കാത്തിരിപ്പിന് വിരാമമിട്ടുണ്ട് മലയാള സിനിമാ പ്രേമികൾ നിരവധി കാര്യങ്ങളായിട്ട് കാത്തിരുന്ന നിരവധി ചിത്രങ്ങളുടെ എല്ലാം തന്നെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കണം. അപ്പോൾ ഈ ആഴ്ച OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും OTT അപ്ഡേറ്റ്സുകളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച OTT വഴി റിലീസെത്താൻ പോകുന്ന ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാൽ മാത്യു തോമസ് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന സിനിമയാണ്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൗഫൽ അബ്ദുള്ള അണിയിച്ചൊരുക്കിയ ചിത്രം കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തുകയും ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിലെ OTT റൈറ്റ്സ് മനോരമ മാക്സും ആമസോൺ പ്രൈം വീഡിയോസും സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 30 ചിത്രം സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന ആഴ്ച അല്ലെങ്കിൽ ഫെബ്രുവരി മാസം OTT വഴി റിലീസിലെത്താൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കണേ വേല എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ്. 2023 തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു വേല എന്ന് പറയുന്ന സിനിമ. സണ്ണി വെയിൻ, ഷെയ്ൻ നിഗം തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. സായം ശശിയായിരുന്നു ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചിത്രം ജനുവരി ലാസ്റ്റ് 30 അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യമായിട്ട് മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു സിനിമ നോക്കുകയാണെങ്കിൽ DNA എന്ന് പറയുന്ന സിനിമയാണ്. അഷ്കർ സഹ്വാൻ, റായ് ലക്ഷ്മി, ഹന റജി കോശി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി TS സുരേഷ് ബാബു അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു DNA എന്ന് പറയുന്ന സിനിമ. മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന ലേബൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ചിത്രമായിരുന്നെങ്കിൽ ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് മനോരമ മാക്സ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കിറുക്കൻ എന്ന് പറയുന്ന മലയാള ചിത്രത്തിൻ്റെതാണ്. 2023 തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു കിറുക്കൻ എന്ന് പറയുന്ന സിനിമ. സരിൻകുമാർ, വിജയരാഘവൻ, കനി കുസൃതി, ജോണി ആന്റണി, അനാർക്കലി മരക്കാർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ജോഷ് അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചിത്രം സൺനെക്സ്റ്റ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സൺനെക്സ്റ്റ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ബൾട്ടി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടേതാണ്. ഷെയ്ൻ നിഗം കേന്ദ്ര കഥാപാത്രത്തെ ചിത്രമായിരുന്നു ബൾട്ടി എന്ന് പറയുന്ന സിനിമ. നവാഗതനായ ഉണ്ണി ശിവനങ്കും അണിയിച്ചൊരുക്കിയ ചിത്രം മലയാളത്തിനും തമിഴിലുമായിട്ട് തിയേറ്ററിലെത്തി ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിരിക്കണം. ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസത്തോടു കൂടി തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു ചിത്രം നോക്കുകയാണെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ്. റോഷൻ മേക്ക, അനശ്വര രാജൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രമാണ് ചാമ്പ്യൻ എന്ന് പറയുന്ന സിനിമ. പ്രദീപ് അദ്ദേഹം ഡയറക്ട് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 25 തിയേറ്ററിലെത്തിയ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ഈ വരുന്ന ജനുവരി മാസം 30 ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ വിരായത് ബുദ്ധ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടേതാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു വിരായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ വിരായത് ബുദ്ധയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടിരുന്നു. പൃഥ്വിരാജ് സുകുമാരനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ജയൻ നമ്പ്യാർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു വിരായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വിറ്റുപോയിട്ടുണ്ടായിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആയിരുന്നു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 30 അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യത്തോടു കൂടി തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന ഇപ്പോഴത്തെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു OTT അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ പാതിരാത്രി എന്ന് പറയുന്ന മലയാള സിനിമയുടേതാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു പാതിരാത്രി എന്ന് പറയുന്ന മലയാള ചിത്രം. നവ്യ നായർ, സൗബിൻ ഷാഹിർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുള്ളത് റദീന PT ആയിരുന്നു. OTT തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് മനോരമ മാക്സ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മനോരമ മാക്സ് വഴി ഫെബ്രുവരി മാസം ഈ സിനിമ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഹിന്ദി സിനിമയുടേതാണ്. ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെ വലിയ വിജയങ്ങൾ ഒന്നായിട്ട് മാറിയ ചിത്രമാണ് ദുരന്തർ എന്ന് പറയുന്ന സിനിമ. രൺവീർ സിംഗ് കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ബോക്സ് ഓഫീസിൽ ഇതിനോടൊപ്പം തന്നെ 1300 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അർജുൻ രാംബാൻ, സാറ അർജുൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ആദിത്യ ധറായിരുന്നു ഈ സിനിമ അണിയിച്ചിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രം OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ജനുവരി മാസം 30 സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു OTT റിലീസ് അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ സർവമായ എന്ന് പറയുന്ന ഏറ്റവും പുതിയ നിവിൻ പോളി ചിത്രത്തിൻ്റെതാണ്. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമാക്കി
അഖിൽ സത്യൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു സർവമായ എന്ന സിനിമ. ബോക്സ് ഓഫീസിൽ 150 കോടിയിലോട്ട് കുതിച്ചുകൊണ്ട് ഇപ്പോഴും 5 ആഴ്ചയിലും തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് സർവമായ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് തീയതി ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 30-ാം തീയതി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് സർവമായ എന്നൊരു സിനിമ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് അപ്ഡേറ്റ്സുകളാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രഷർ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും OTT അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.